ഹേ ഗായ്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നല്ല മഴയുള്ള ഒരു ദിവസമാണ് കേട്ടോ ഇന്ന്. കുറച്ച് നേരം ഇരുന്ന് പഠിക്കാമെന്ന് ഓർത്തിട്ട് ഇന്ന് പഠിക്കാനൊക്കെ രാവിലെ ഇരുന്ന് കേട്ടോ. എക്സാംസ് ഒക്കെ വരുന്നുണ്ട്, എന്നാൽ മഴയാണെങ്കിൽ പഠിക്കാനായിട്ടൊരു മൂഡും ഇല്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കാർട്ടൂൺ കാണാമെന്നൊക്കെ വെച്ചിട്ട് കുറച്ച് നേരം ഇരുന്ന് കാർട്ടൂൺ കണ്ടു. കുറച്ച് കഴിയുമ്പോൾ സമുദ്രതീരത്തേക്ക് പോകണം. അപ്പം മഴയായതുകൊണ്ട് അച്ഛനെയും കൂട്ടി കേട്ടോ. അപ്പം കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ റെഡി ആയതേ സമുദ്രതീരത്തേക്ക് പോവുകയാണ്. അവിടെ എത്തി, അവിടുത്തെ പ്രോഗ്രാംസൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇവിടുത്തെ പ്രോഗ്രാംസൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി ലഞ്ച് ടൈമാണ്. അപ്പോൾ അവിടെ നിന്ന് ഫുഡ് കഴിക്കാതെ വരരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അവിടെ നിന്ന് ഫുഡ് കഴിച്ചു. നല്ല സദ്യയായിരുന്നു കേട്ടോ. ചിക്കൻ കറിയും ഒക്കെ ഉണ്ടായിരുന്നു, ഉഗ്രൻ സദ്യയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. പായസം ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഈവനിങ് എനിക്കൊരു ഗസ്റ്റ് ഉണ്ട് കേട്ടോ. വേറെ ആരുമല്ല, നമ്മുടെ ഋതുക്കുട്ടനാണ്. അപ്പോൾ അവനെ ഇന്ന് പോയി പിക്ക് ചെയ്യണം. മഴ ആയതുകൊണ്ട് പുറത്തോട്ട് ഇറങ്ങിയില്ല. വീണ്ടും അച്ഛനമ്മമാരോട് ഇതേ അവിടെ ചിലവഴിച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഈവനിങ് ഒരു ഗസ്റ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇതാ ഇന്ന് വിളിച്ചിട്ടൊക്കെ ഇതാ വന്നിട്ടുണ്ട്. ഞാൻ പോയി കൂട്ടിക്കൊണ്ട് വന്നതാ കേട്ടോ. ഒന്ന് കുളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രപ്പാടിലാണ്. എണ്ണ തേച്ചാലോ? നമുക്ക് എണ്ണ തേക്കാം. ഇത് ഞാൻ സ്പൈക്ക് ആക്കി ഗൈസ്. കുഞ്ഞെടുത്ത് വെക്ക്. 2ാം ക്ലാസ് അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ കുട്ടപ്പനായി ഗൈസ്. നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോണേ? മാഗിയാണ് ഉണ്ടാക്കാൻ പോണത്. ഓക്കെ, ഒന്ന് കാണിച്ചേ. നമ്മൾ മാഗി എന്താ നോക്കേ. ഇപ്പയാണോ ഇത്? അല്ലല്ലോ, മാഗിയാണല്ലേ. ഓ, ധാരാ ഉണ്ടാക്കുന്നേ. ഓഹോ, ആര് കൂടെ ഉണ്ട്? ഗൈസ്, അപ്പം ഞാനും ഡ്യൂപ്പറും കൂടി ഇന്ന് മാഗിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സൂപ്പാക്കി വെക്കണോ അതാ മറ്റേ രീതി വെക്കണം എന്ന് പറഞ്ഞ് ലൂസായിട്ട് കിടക്കണം എന്ന്. മസാല അടിയിടണം. ഓ, ഈ മസാലയാണോ നമ്മൾ ഇടുന്നേ? ആണോ? വെജിറ്റബിൾസ് ഒന്നും വേണ്ട? വേണ്ട. ഓക്കെ. അപ്പോൾ ഗായ്സ്, ഇത് നമ്മുടെ ഋതുവിൻ്റെ റെസിപ്പി ആട്ടോ. ഇങ്ങനെ ലൂസായിട്ടൊക്കെ കിടക്കണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം പുള്ളിക്കാരൻ പറഞ്ഞ പോലെയാണ് ഞാൻ റെഡി ആക്കിയിട്ടുള്ളത്. ഋതുക്കുട്ടൻ്റെ ഫസ്റ്റ് ലെറ്റർ ഇതാണ് ഞാൻ 6 കൊടുത്തിട്ടുള്ളത് കേട്ടോ. സോസാണിത്. ഇത് കിട്ടാ കണ്ണ് തിരുമല്ലേ, അത് ചൂടാണ്. മാമി പോയിട്ട് വരുന്ന വരെ തൊടാൻ പാടില്ല, ചൂട് മാറില്ല കേട്ടോ. ഇതെങ്ങനെ കഴിക്കുന്നതെന്ന് മാമി പറഞ്ഞുതരാം. ഈ ഫോർക്ക് ഉപയോഗിച്ചിട്ടോ ഇട്ട് നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് കറക്കിയാൽ മതി. ഇതാ തോന്നി വന്നോളൂ. കണ്ടോ? ഇങ്ങനെ വേണം നമ്മൾ കഴിക്കാൻ. ഓക്കെ. ഋതുക്കുട്ടനെ തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കി തിരിച്ച് വന്നപ്പോഴത്തേക്ക് എൻ്റെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോട് സംസാരിച്ചിരിക്കാൻ ഓർത്ത്. അപ്പോൾ ഈ ലോങ് വീഡിയോയുടെ എൻ്റെ ആവുകയാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് ചെയ്തേക്കണേ. അപ്പോൾ ടാറ്റാ.